കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്രിസ്മസായി. എല്ലാവരും പഴയതുപോലെ ജീവിക്കുകയാണോ? പഴയ മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പഴയ മനുഷ്യനായി ജീവിക്കണ്ട, അല്ലെ പഴയ മനുഷ്യനായി ഇനിയും ജീവിക്കാൻ പാടില്ല. ക്രിസ്മസിൻ്റെ ഒരു സന്തോഷം നിങ്ങൾ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് എന്നേക്കും ഉണ്ടാവട്ടെ. അഡ്വെൻറ്റ് ടോക്സിലേക്ക് 2-ാം ദിവസം ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെടുത്തിരിക്കുന്ന ഒരു ഭാഗം ഐശയ്യായുടെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യമാണ് ഇന്ന് നമ്മളെടുത്തിരിക്കുന്നത്. ഇന്ന് ഈ ഒരു ക്രിസ്മസ് സമയത്ത് രക്ഷകനായ കർത്താവ് നമ്മളോട് 4 കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കണം, രക്ഷകനായ ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ സ്നേഹത്തെ പ്രതി നമ്മളെ കൂടുതൽ അനുഗ്രഹത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ വേണ്ടി, ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ അശുദ്ധിയും നീക്കിക്കളയാൻ വേണ്ടി ഒരു ശക്തനായ രക്ഷകനെ ഈ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സന്തോഷം, രക്ഷിക്കാൻ വേണ്ടി കർത്താവ് വരുന്ന എന്നൊരു സന്തോഷം നമ്മൾ പങ്കുവെക്കണം. എന്നാൽ രണ്ടാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കണം, ഈ രക്ഷിക്കാൻ വേണ്ടി യേശുവെ പറഞ്ഞു വിട്ടത്, അല്ലെ യേശുവെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആ ദൈവം ശക്തനായ ദൈവമാണ്. അപ്പോൾ നമ്മൾ ഓരോ വ്യക്തിയും രക്ഷിക്കപ്പെടണം എന്നൊരാഗ്രഹം കർത്താവിനുണ്ട്, ദൈവത്തിനുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് കർത്താവ് കടന്നു വരുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, നിത്യനായ പിതാവാണ്. നിത്യനായ പിതാവ് ഇന്നും എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ട്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ അവരോടൊപ്പമുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്, നമ്മളോടൊപ്പമുണ്ട്. അപ്പോൾ നമ്മളെ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ ചേർത്ത് വയ്ക്കാൻ വേണ്ടിയാണ് കർത്താവ് വീണ്ടും നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. എന്ന അവസാനത്തെ ഒരു കാര്യം, സമാധാനത്തിൻ്റെ രാജാവാണ് യേശു ക്രിസ്തു. ഈ ക്രിസ്മസ് കാലത്ത് സമാധാനത്തോടെ നമുക്ക് ജീവിക്കാം. രക്ഷകൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരാൻ പോകുന്നു. രക്ഷകൻ നമ്മളെ ശക്തിപ്പെടുത്തും. രക്ഷകൻ നമ്മളെ അനുഗ്രഹിക്കും. നിങ്ങളെല്ലാവരും സമാധാനത്തോടായിരിക്കുക. നമ്മുടെ എല്ലാ പാപങ്ങളും രക്ഷകൻ എടുത്തു കളയുകയും നമ്മളെ കൂടുതൽ സ്നേഹിച്ച് നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.